ഹായ് ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ പുതിയ വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ മീഡിയ, രാജ് ടോക്സ്, അതുൽ വ്ളോഗ് ഇവര് അനുമോളുടെ PR-ന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതാണ് പുതിയ വിവാദം. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അതായത് സമ്മർ മീഡിയ 5 ലക്ഷം വാങ്ങിച്ച് വീഡിയോ ചെയ്തു, രാജ് ടോക്സ് 2 ലക്ഷം വാങ്ങിച്ച് വീഡിയോ ചെയ്തു, അതുൽ വ്ളോഗ് 50,000 രൂപ വാങ്ങിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ വല്ല സത്യമുണ്ടോ? എന്നെ സംബന്ധിച്ച്, അതായത് എനിക്ക് തോന്നിയ കാര്യം, ഇത് വെറുതെ പടച്ചു വിടുന്ന ഓരോ കാര്യങ്ങളാണ്. ഏറ്റവും വലിയ കോമഡി ഈ പറയുന്ന അതുൽ 50,000 രൂപ വാങ്ങിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. പുള്ളിക്ക് തന്നെ നാണക്കേടാണ് അങ്ങനെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ. ഇവരിങ്ങനെ പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഓരോ ബിഗ് ബോസ് സീസൺ വരുമ്പോഴും യൂട്യൂബേഴ്സിന് ചാകര തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. പല യൂട്യൂബേഴ്സും അവിടെയുള്ള കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം. ഇപ്പോൾ സമ്മർ മീഡിയ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് ഓരോ സീസൺ വരുമ്പോഴും. അദ്ദേഹം 5 ലക്ഷം വാങ്ങിച്ച് നിലപാട് മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുള്ളിക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ രാജ് ടോക്സ്, പുള്ളിയും പണം വാങ്ങിച്ച് വീഡിയോ ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്യില്ല. അതുപോലെ അതുല് 50,000 രൂപ വാങ്ങിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. എന്തുവാടേ ഈ പറയുന്നത്? അവരുടെ വരുമാനം എത്രയാണ്? അതായത് ഓരോ സീസൺ വരുമ്പോഴും അവരുടെ വരുമാനം എത്രയാണ് എന്ന് നിങ്ങൾക്കറിയോ? നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ചാനലുകൾ തന്നെയാണ് ഇവരെല്ലാവരും. ഇപ്പോൾ കഴിഞ്ഞ സീസൺ, അതായത് സീസൺ 6-ൽ എൻ്റെ വീഡിയോസിനെല്ലാം നല്ല റീച്ചായിരുന്നു. അതായത് മാസം നല്ല രീതിയിൽ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ പോലും ഞെട്ടിപ്പോയി, ഇത്രയ്ക്കും പണം വരുമോ എന്നാലോചിച്ച്. അതായത് സീസൺ 6 കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി, ഒരുപാട് പണവും എനിക്ക് കിട്ടി. പക്ഷേ സീസൺ 7 കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. സീസൺ 6-ൽ കിട്ടിയ തുകയുടെ ഒരു അംശം പോലും എനിക്ക് സീസൺ 7-ൽ കിട്ടിയില്ല. എനിക്ക് വേണമെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാമായിരുന്നു. എൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വ്യൂസ് വരുമായിരുന്നു, പണം വരുമായിരുന്നു. പല ആൾക്കാരും ഈ സീസൺ 7-ൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ സൂപ്പർ ചാറ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾ സൂപ്പർ ചാറ്റ് ചെയ്തു തരാം, ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യൂ, ഇന്ന വിഷയത്തെക്കുറിച്ച് പറയൂ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ നിലപാട് മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പണം വരും. പക്ഷെ നിലപാട് എന്നുള്ളൊരു സാധനം എനിക്ക് ഇല്ലാതായി പോകും. എനിക്ക് എന്നോട് തന്നെ പുച്ഛമായി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട്. തീർച്ചയായും നമ്മളുടെ നിലപാടിനനുസരിച്ച് നമ്മൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറച്ചു പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ചില്ലറ പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ ചാനലിനെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മൾക്ക് ആ സമയത്ത് കുറച്ച് പൈസ കിട്ടും എന്ന് മാത്രം. പക്ഷെ പിന്നീട് നമ്മളുടെ ചാനൽ തന്നെ വളരെ മോശമായി പോവും, താഴേക്ക് പോവും. ഇവിടെ ഇത്തരം വിവാദങ്ങൾ ചുമ്മാ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ അനുമോളെ കാണിക്കാൻ PR ടീം ചുമ്മാ പറഞ്ഞ കാര്യമായിരിക്കാം, അത് പുറത്തായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി പല ആൾക്കാരും ഉണ്ടാക്കിയെടുത്ത വിഷയമായിരിക്കാം. എന്തായാലും സംഗതി കോമഡിയാണ്. അതുൽ വ്ളോഗ് 50,000 രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. സമ്മർ മീഡിയയ്ക്ക് പിന്നെയും 5 ലക്ഷം കൊടുത്തു എന്നെങ്കിലും പറയാം. ഇവിടെ അതുൽ 50,000 രൂപ വാങ്ങിച്ച് വീഡിയോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം കൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ ഒരു അവസരമായിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.